അല്ലപ്ര വാലാക്കര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാലാക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തോട്ടമറ്റം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുലർച്ചെ ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 108 നാളികേരം ഉപയോഗിച്ചാണ് നടത്തിയത്. ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ക്ഷേത്രത്തിൽ നവീകരണ കലശം നടന്നിട്ട് 10 വർഷത്തിൽ കൂടുതലായതുകൊണ്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹോമം നടത്തിയത്. ചടങ്ങുകളുടെ സുഗമമായ നടത്തിപ്പിന് ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളും നേതൃത്വം നൽകി. അമ്മേ നാരായണ ദേവി നാരായണ. നമ്മുടെ വാലാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ഇപ്പോൾ നടന്നത്. അതിഗംഭീരമായ ഒരു ഗണപതി ഹോമമാണ് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നത്. നമ്മൾ 108 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഏകദേശം നമ്മൾ ഒരു 1000-ഓളം അംഗങ്ങൾ പങ്കെടുക്കുകയും നല്ല രീതിയിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റി. നമ്മൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള എല്ലാ ഭക്തജനങ്ങളും നല്ല സഹകരണമാണ് നമ്മുടെ ക്ഷേത്രത്തിനായിട്ട് വേണ്ടി നടത്തുന്നത്. എല്ലാവരെയും അകമഴിഞ്ഞ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇനി ഈ വരുന്ന 26-ാം തീയതി സപ്താഹം നടക്കുകയാണ്. അത് നമുക്ക് ആഗസ്റ്റ് 2-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതിലും കൂടി പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹം നേടണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അമ്മേ നാരായണ ദേവി നാരായണ. മഹാഗണപതി ഹോമം, അപ്പം മൂടൽ, മുഴുത്താപ്പ് തുടങ്ങി ചടങ്ങുകളും നടന്നു. ചടങ്ങുകൾക്ക് ശേഷം ഭക്തജനങ്ങൾ ഭഗവാന് കാണിക്ക സമർപ്പിച്ചു. ശേഷം അമ്മേ നാരായണ ദേവി നാരായണ മന്ത്ര ഉച്ചാരണത്തിലൂടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ചു. നാരായണ
ജൂലൈ 26 ഞായറാഴ്ച മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കും. ഓഗസ്റ്റ് 2-നാണ് സമാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.